പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം സ്വഹാബികളോട് പറയുകയുണ്ടായി: മനുഷ്യരിൽ ഏറ്റവും വലിയ കള്ളൻ തൻ്റെ നമസ്കാരത്തിൽ നിന്നാണ് കവർന്നെടുക്കുന്നത് എന്ന്. അന്നേരം സ്വഹാബികൾ ചോദിച്ചു: അള്ളാഹുവിൻ്റെ ദൂതരെ, എങ്ങനെ ഒരാൾ തൻ്റെ നമസ്കാരത്തിൽ നിന്നും കവർന്നെടുക്കും? അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം മറുപടി നൽകി: അവൻ റുക്കൂഉം സുജൂദും പൂർണ്ണമായും ചെയ്യാതെ കള്ളത്തരം കാണിക്കുന്നതാണ് എന്ന്. സഹോദരങ്ങളെ, നമസ്കാരം നമ്മുടെ പ്രാർത്ഥനയല്ല, അത് നമ്മുടെ ആത്മാവിൻ്റെ വിനയത്തിൻ്റെ അടയാളമാണ്. റുക്കൂയിലും സുജൂദിലും വേഗത്തിൽ കുനിഞ്ഞ് ഉടൻ എഴുന്നേറ്റ് പോകുന്നത് നമസ്കാരത്തിൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തുകയാണ്. നമസ്കാരത്തിലെ ഓരോ ചലനവും നമ്മുടെ ഹൃദയം താഴ്ത്തുവാനുള്ളതാണ്. ശരീരം മാത്രം കുനിയനല്ല. അതിനാൽ ഓരോ റുക്കൂയിലും ഓരോ സുജൂദിലും ഞാൻ അള്ളാഹുവിന് മുന്നിൽ പൂർണ്ണമായും കീഴടങ്ങുന്നു എന്ന ബോധത്തോടെ ചെയ്യുക. അതിലാണ് നമസ്കാരത്തിൻ്റെ സൗന്ദര്യം. അതിലാണ് ആത്മീയ സത്യസന്ധത.